24/3/25 പ്രഭാതമുരളി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ജ്ഞാനം നിങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. ഈ ജ്ഞാനത്തിലൂടെ കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും അഗ്നി ഇല്ലാതാകുന്നു. ഭക്തിയിലൂടെ ആ അഗ്നി ഇല്ലാതാകുന്നില്ല. ചോദ്യം: ഓർമ്മയിലെ മുഖ്യ പ്രയത്നം ഏതാണ്? ഉത്തരം: ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്ന സമയത്ത് ദേഹവും ഓർമ്മ വരരുത്. ആത്മാഭിമാനിയായി ബാബയെ ഓർമ്മിക്കൂ. ഇത് തന്നെയാണ് പ്രയത്നം. ഇതിൽ തന്നെയാണ് വിഘ്നമുണ്ടാകുന്നത്. കാരണം പകുതി കൽപ്പം ദേഹ അഭിമാനിയായിരുന്നു. ഭക്തി എന്നാൽ തന്നെ ദേഹത്തിൻ്റെ ഓർമ്മയാണ്. ഓം ശാന്തി. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഓർമ്മയ്ക്ക് വേണ്ടി ഏകാന്തത വളരെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഏകാന്തതയിലും ശാന്തതയിലും എത്രത്തോളം ബാബയുടെ ഓർമ്മയിലിരിക്കുവാൻ സാധിക്കുമോ അത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുവാൻ കഴിയില്ല. സ്കൂളിലും കുട്ടികൾ പഠിക്കുമ്പോൾ ഏകാന്തതയിൽ പോയി പഠിക്കുന്നു. ഇതിലും ഏകാന്തത ആവശ്യമാണ്. ചുറ്റിക്കറങ്ങുവാൻ പോകുന്നുവെങ്കിൽ അതിലും ഓർമ്മയുടെ യാത്ര മുഖ്യമാണ്. പഠനമാകട്ടെ തീർത്തും സഹജമാണ്. കാരണം പകുതി കൽപ്പം മായയുടെ രാജ്യം വരുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ ദേഹ അഭിമാനി ആകുന്നത്. ഏറ്റവും ആദ്യത്തെ ശത്രുവാണ് ദേഹ അഭിമാനം. ബാബയെ ഓർമ്മിക്കുന്നതിന് പകരം ദേഹത്തെ ഓർമ്മിക്കുന്നു. ഇതിനെ ദേഹത്തിൻ്റെ അഹങ്കാരം എന്ന് പറയുന്നു. ഇവിടെ കുട്ടികളായ നിങ്ങളോട് പറയുന്നു, ആത്മ അഭിമാനിയാകൂ. ഇതിൽ തന്നെയാണ് പ്രയത്നം എടുക്കുന്നത്. ഇപ്പോൾ ഭക്തി മാറി. ഭക്തി നടക്കുന്നത് ശരീരത്തോടൊപ്പമാണ്. തീർത്ഥസ്ഥാനങ്ങളിലും മറ്റും ശരീരത്തെ കൊണ്ടുപോകേണ്ടി വരുന്നു. ദർശനം നടത്തണം, ഇന്നത് ചെയ്യണം, ശരീരത്തിന് പോകേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചിന്തനമാണ് നടത്തേണ്ടത്. നമ്മൾ ആത്മാക്കളാണ്. നമുക്ക് പരംപിത പരമാത്മാവായ ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. എത്ര ഓർമ്മിക്കുമോ അപ്പോൾ പാപം മുറിയും. ഭക്തി മാർഗത്തിൽ ആകട്ടെ ഒരിക്കലും പാപം മുറിയുന്നില്ല. ചില വൃദ്ധർക്കും മറ്റും ഉള്ളിൽ ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു, നമ്മൾ ഭക്തി ചെയ്യുകയില്ലെങ്കിൽ നഷ്ടമുണ്ടാകും, നാസ്തികരായി മാറും എന്ന്. ഭക്തിയുടെ തീ പിടിച്ചിരിക്കുന്നത് പോലെയാണ്. ജ്ഞാനത്തിൽ ശീതളതയാണ്. ഇതിൽ കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും അഗ്നി ഇല്ലാതാകുന്നു. ഭക്തി മാർഗത്തിൽ മനുഷ്യർ എത്ര ഭാവന വയ്ക്കുന്നു, പ്രയത്നിക്കുന്നു. ബദ്രിനാഥിൽ പോയി എന്നിരിക്കട്ടെ, മൂർത്തിയുടെ സാക്ഷാത്കാരം ഉണ്ടായി. പിന്നെ എന്തായിരിക്കും? ഉടനടി ഭാവന ഉണ്ടാകുന്നു. പിന്നെ ബദ്രിനാഥിനെ കൂടാതെ മറ്റാരുടെയും ഓർമ്മ ബുദ്ധിയിൽ ഉണ്ടായിരിക്കുന്നില്ല. മുൻപ് നടന്നു പോകുമായിരുന്നു. ബാബ പറയുന്നു, ഞാൻ അല്പകാലത്തേക്ക് വേണ്ടിയുള്ള മനോകാമനകൾ പൂർത്തീകരിക്കുന്നു, സാക്ഷാത്കാരം ചെയ്യിക്കുന്നു. എന്നെ ഇതിലൂടെ ലഭിക്കുന്നില്ല. എന്നെ കൂടാതെ സമ്പത്ത് ലഭിക്കുകയില്ല. സമ്പത്താകട്ടെ നിങ്ങൾക്ക് എന്നിലൂടെ തന്നെയാണല്ലോ ലഭിക്കേണ്ടത്. എല്ലാവരും ദേഹധാരികളാണ്. സമ്പത്ത് ഒരേ ഒരു രചയിതാവായ ബാബയിലൂടെയാണ് ലഭിക്കുന്നത്. ബാക്കി ജഡമായിട്ടോ ചൈതന്യമായിട്ടോ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ രചനയാണ്. രചനയിലൂടെ ഒരിക്കലും
സമ്പത്ത് ലഭിക്കുക സാധ്യമല്ല. പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്. കുമാരിമാർ സംഘദോഷത്തിൽ നിന്നും വളരെയധികം സംരക്ഷിക്കണം. ബാബ പറയുന്നു, ഈ പതീത അവസ്ഥയിലൂടെ നിങ്ങൾ ആദി മധ്യ അന്ത്യം ദുഃഖം നേടുന്നു. ഇപ്പോൾ എല്ലാവരും പതീതമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പാവനമാകേണ്ടതുണ്ട്. നിരാകാരനായ ബാബ തന്നെയാണ് വന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ബ്രഹ്മാവാണ് പഠിപ്പിക്കുന്നത് എന്ന് ഒരിക്കലും മനസ്സിലാക്കരുത്. എല്ലാവരുടെയും ബുദ്ധി ശിവ് ബാബയുടെ നേർക്കാണ് ഉണ്ടായിരിക്കേണ്ടത്. ശിവ് ബാബയാണ് ഇദ്ദേഹത്തിലൂടെ പഠിപ്പിക്കുന്നത്. ദാദിമാരായ നിങ്ങളെയും പഠിപ്പിക്കുന്നത് ശിവ് ബാബയാണ്. ശിവ് ബാബയുടെ എന്ത് സൽക്കാരം നടത്തും? നിങ്ങൾ ശിവ് ബാബയ്ക്ക് വേണ്ടി മുന്തിരിയും മാങ്ങയും കൊണ്ടുവരുന്നു. ശിവ് ബാബ പറയുന്നു, ഞാനാകട്ടെ അഭോക്താവാണ്. കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് സർവ്വതും. ഭക്തർ ഭോഗവയ്ക്കുന്നു, വിതരണം ചെയ്ത് കഴിക്കുന്നു. ഞാൻ ഭക്ഷിക്കുന്നില്ല. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ കുട്ടികളായ നിങ്ങളെ പഠിപ്പിച്ച് പാവനമാക്കുവാനാണ്. പാവനമായി നിങ്ങൾ ഇത്രയും ഉയർന്ന പദവി നേടും. എൻ്റെ തൊഴിൽ ഇതാണ്. പറയുന്നത് തന്നെ ശിവ ഭഗവാനുവാച എന്നാണ്. ബ്രഹ്മ ഭഗവാനുവാച എന്ന് പറയുന്നില്ല. ബ്രഹ്മവാച എന്നും പറയുന്നില്ല. ഇദ്ദേഹവും മുരളി കേൾപ്പിച്ചാൽ പോലും എപ്പോഴും മനസ്സിലാക്കും ശിവ് ബാബയാണ് കേൾപ്പിക്കുന്നത് എന്ന്. ഏതെങ്കിലും കുട്ടിയിൽ നല്ല രീതിയിൽ അമ്പ് ഏൽപ്പിക്കേണ്ടതുണ്ടെങ്കിൽ സ്വയം പ്രവേശിച്ച് അത് ചെയ്യും. ജ്ഞാനത്തിൻ്റെ അമ്പ് മൂർച്ചയുള്ളതായി പാടപ്പെട്ടിട്ടുണ്ടല്ലോ. സയൻസിലും എത്ര ശക്തിയാണുള്ളത്. ബോംബുകളുടെയും മറ്റും എത്ര ഘോര ശബ്ദമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ എത്ര സൈലൻസിലിരിക്കുന്നു. സയൻസിൻ്റെ മേൽ സൈലൻസ് വിജയം നേടുന്നു. ഈ സൃഷ്ടിയെ പാവനമാക്കി മാറ്റുന്നു. ആദ്യം സ്വയം തന്നെ പാവനമാക്കി മാറ്റണം. ഡ്രാമ അനുസരിച്ച് പാവനം ആകുക തന്നെ വേണം. അതിനായി വിനാശവും അടങ്ങിയിരിക്കുന്നു. ഡ്രാമയെ മനസ്സിലാക്കി വളരെയധികം ഹർഷിതമായിരിക്കണം. ഇപ്പോൾ നമുക്ക് ശാന്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. ബാബ പറയുന്നു, അത് നിങ്ങളുടെ വീടാണ്. വീട്ടിലേക്ക് സന്തോഷത്തോടെയല്ലേ പോകേണ്ടത്? ഇതിൽ ദേഹി അഭിമാനി ആകുന്നതിൻ്റെ വളരെ പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. ഈ ഓർമ്മയുടെ യാത്രയുടെ മേൽ തന്നെയാണ് ബാബ വളരെയധികം ഊന്നൽ കൊടുക്കുന്നത്. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ബാബ ചോദിക്കുന്നു, നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഓർമ്മിക്കുന്നതാണോ സഹജം, അതോ ഒരു സ്ഥാനത്തിരുന്ന് ഓർമ്മിക്കുന്നതാണോ സഹജം? ഭക്തി മാർഗത്തിലും എത്ര മാല തിരിക്കുന്നു, രാം രാം എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു. നേട്ടമാണെങ്കിൽ യാതൊന്നുമില്ല. ബാബയാണെങ്കിൽ കുട്ടികളായ നിങ്ങൾക്ക് തീർത്തും സഹജ യുക്തിയാണ് പറഞ്ഞു തരുന്നത്. ഭക്ഷണം തയ്യാറാക്കുകയാണെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ബാബയെ ഓർമ്മിക്കൂ. ഭക്തി മാർഗത്തിൽ ശ്രീനാഥ് ദ്വാരയിൽ ഭോഗ് തയ്യാറാക്കുമ്പോൾ വായ് തുടിം കൊണ്ട് മൂടിക്കെട്ടുന്നു, അല്പം പോലും ശബ്ദമുണ്ടാകാതിരിക്കാൻ വേണ്ടി. അത് ഭക്തി മാർഗമാണ്. നിങ്ങൾക്കാകട്ടെ ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. അവർ ഇത്രയും ഭോഗ് അർപ്പിക്കുന്നു, പിന്നെ അവരാരും കഴിക്കുന്നില്ല. കുടുംബമുണ്ട്, അവരാണ് കഴിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മെ ശിവ് ബാബയാണ് പഠിപ്പിക്കുന്നത്.
ഭക്തിയിൽ നമ്മളെ ശിവബാബ പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാറില്ല. ശിവപുരാണം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാൽ അതിൽ ശിവപാർവതി, ശിവശങ്കരൻ എല്ലാം കൂട്ടിക്കലർത്തി. അത് പഠിക്കുന്നതിലൂടെ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. ഓരോരുത്തരും തങ്ങളുടെ ശാസ്ത്രം പഠിക്കേണ്ടതാണ്. ഭാരതവാസികളുടേതാണ് ഒരേ ഒരു ഗീത. ക്രിസ്ത്യൻസിൻ്റേത് ഒരു ബൈബിളാണ്. ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ ശാസ്ത്രമാണ് ഗീത. അതിൽ തന്നെയാണ് ജ്ഞാനമുള്ളത്. ജ്ഞാനം തന്നെയാണ് പഠിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ജ്ഞാനം പഠിക്കേണ്ടതുണ്ട്. യുദ്ധത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ ഏത് പുസ്തകങ്ങളിലുണ്ടോ അവയുമായി നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല. നമ്മൾ യോഗബലം ഉള്ളവരാണ്. പിന്നെ ബാഹുബലമുള്ളവരുടെ കഥകൾ എന്തിനു കേൾക്കണം? വാസ്തവത്തിൽ നിങ്ങളുടെ യുദ്ധം ഇല്ല. നിങ്ങൾ യോഗബലത്തിലൂടെ 5 വികാരങ്ങളുടെ മേൽ ജയം നേടുകയാണ്. നിങ്ങളുടെ യുദ്ധം 5 വികാരങ്ങളോടാണ്. അതാകട്ടെ മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന യുദ്ധമാണ്. നിങ്ങൾ തൻ്റെ വികാരങ്ങളോട് യുദ്ധം ചെയ്യുന്നു. ഈ കാര്യങ്ങൾ സന്യാസിമാർക്കോ മറ്റോ മനസ്സിലാക്കിച്ചു തരുവാൻ കഴിയില്ല. നിങ്ങളെ ഏതെങ്കിലും ഡ്രില്ലോ മറ്റോ പഠിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഡ്രിൽ ഒന്ന് മാത്രമാണ്. നിങ്ങളുടേത് യോഗബലമാണ്. ഓർമ്മയുടെ ബലത്തിലൂടെ 5 വികാരങ്ങളുടെ മേൽ വിജയം നേടുന്നു. ഈ 5 വികാരങ്ങൾ ശത്രുക്കളാണ്. അതിൽ നമ്പർ 1 ആണ് ദേഹാഭിമാനം. ബാബ പറയുന്നു, നിങ്ങൾ ആത്മാവാണല്ലോ. ആത്മാവായ നിങ്ങൾ വരുന്നു, വന്ന് ഗർഭത്തിൽ പ്രവേശിക്കുന്നു. ഞാനാകട്ടെ ഈ ശരീരത്തിൽ വിരാജിക്കുകയാണ്. ഞാൻ ഗർഭത്തിലേക്ക് പോകുന്നില്ല. സത്യയുഗത്തിൽ നിങ്ങൾ ഗർഭകൊട്ടാരത്തിൽ കഴിയുന്നു. പിന്നെ രാവണ രാജ്യത്തിൽ ഗർഭ ജയിലിലേക്ക് പോകുന്നു. ഞാനാണെങ്കിൽ പ്രവേശിക്കുകയാണ്. ഇതിനെ ദിവ്യജന്മം എന്ന് പറയുന്നു. ഡ്രാമയനുസരിച്ച് എനിക്ക് ഇദ്ദേഹത്തിൽ വരേണ്ടി വരുന്നു. ഇദ്ദേഹത്തിൻ്റെ നാമം ബ്രഹ്മാവ് എന്ന് വയ്ക്കുന്നു. കാരണം എൻ്റേതായി മാറിയല്ലോ. ദത്തെടുക്കപ്പെടുമ്പോൾ എത്ര നല്ല നല്ല പേരുകൾ വയ്ക്കുന്നു. നിങ്ങൾക്കും വളരെ നല്ല നല്ല പേരുകൾ വെച്ചു. സന്ദേശിയിലൂടെ വളരെ വണ്ടർഫുള്ളായ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബാബയ്ക്ക് എല്ലാ പേരുകളും ഓർമ്മയില്ല. നാമവുമായി ബന്ധം ഉണ്ടായിരിക്കുന്നില്ല. ശരീരത്തിനാണല്ലോ പേര് വയ്ക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ഇത്രമാത്രം. നിങ്ങൾക്കറിയാം, നമ്മൾ പൂജ്യരായ ദേവതയായി മാറുന്നു. പിന്നെ രാജ്യം ഭരിക്കും. പിന്നെ ഭക്തി മാർഗത്തിൽ നമ്മുടെ തന്നെ ചിത്രങ്ങൾ നിർമ്മിക്കും. ദേവിമാരുടെ ധാരാളം ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. ആത്മാക്കളുടെയും പൂജയുണ്ടാകുന്നു. മണ്ണുകൊണ്ട് സാലിഗ്രാം ഉണ്ടാക്കുന്നു. പിന്നെ രാത്രിയിൽ പൊളിച്ചു കളയുന്നു. ദേവിമാരെയും അലങ്കരിച്ച് പൂജിച്ച് പിന്നെ സമുദ്രത്തിൽ ഇടുന്നു. ബാബ പറയുന്നു, എൻ്റെയും രൂപം നിർമ്മിച്ച് കഴിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്ത് പിന്നെ എന്നെ കല്ലിലും മണ്ണിലും ഉണ്ട് എന്ന് പറയുന്നു. ഏറ്റവും അധികം ദുർദശയും എൻ്റേതാണ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര ദരിദ്രമായി പോയി. ദരിദ്രർ തന്നെയാണ് പിന്നെ ഉയർന്ന പദവി നേടുന്നത്. ധനികർ പ്രയാസപ്പെട്ടാണ് എടുക്കുന്നത്. ബാബയും ധനികരിൽ നിന്നും ഇത്രയും സ്വീകരിച്ച് എന്ത് ചെയ്യുവാനാണ്? ഇവിടെ ആകട്ടെ
കുട്ടികളുടെ ഓരോ തുള്ളിയിലൂടെയുമാണ് ഈ കെട്ടിടവും മറ്റും ഉണ്ടാകുന്നത്. പറയുന്നു, ബാബ, എൻ്റെ ഒരു ഇഷ്ടിക വയ്ക്കൂ. പ്രതിഫലമായി നമുക്ക് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൊട്ടാരം ലഭിക്കും എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ആകട്ടെ അളവറ്റ സ്വർണമുണ്ടായിരിക്കും, സ്വർണത്തിൻ്റെ ഇഷ്ടിക ഉണ്ടാകും. അതിനാൽ കെട്ടിടം നിർമ്മിക്കും. അതിനാൽ ബാബ വളരെ സ്നേഹത്തോടെ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ്. ബാബ ദരിദ്രരായ കുട്ടികൾക്ക് ധനികരാകുവാനുള്ള യുക്തി പറഞ്ഞു തരുന്നു. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ പക്കൽ എന്തെല്ലാം ഉണ്ടോ ട്രാൻസ്ഫർ ചെയ്യൂ. ഇവിടെ യാതൊന്നും അവശേഷിക്കാൻ പോകുന്നില്ല. ഇവിടെ എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നുവോ അത് പുതിയ ലോകത്തിൽ നിങ്ങൾക്ക് 100 മടങ്ങായി ലഭിക്കും. ബാബ യാതൊന്നും ചോദിക്കുന്നില്ല. ബാബയാകട്ടെ ദാതാവാണ്. ഈ യുക്തി പറഞ്ഞു തരുന്നു. ഇവിടെയാകട്ടെ എല്ലാം മണ്ണിനോട് ചേരേണ്ടതുണ്ട്. എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് പുതിയ ലോകത്തിൽ ലഭിക്കും. ഈ പഴയ ലോകത്തിൻ്റെ വിനാശത്തിൻ്റെ സമയമാണ്. ഇവ യാതൊന്നും ഉപയോഗത്തിൽ വരില്ല. അതിനാൽ ബാബ പറയുന്നു, വീടുകൾ തോറും യൂണിവേഴ്സിറ്റി കം ഹോസ്പിറ്റൽ തുറക്കൂ. അതിലൂടെ ഹെൽത്തും വെൽത്തും ലഭിക്കും. ഇതാണ് മുഖ്യം. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. രാത്രി ക്ലാസ് 12/3/68. ഈ സമയത്ത് നിങ്ങൾ ദരിദ്രവും സാധാരണവുമായ മാതാക്കൾ പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടുന്നു. യജ്ഞത്തിൽ മാതാക്കളും വളരെയധികം സഹായിക്കുന്നു. സഹായികളാകുന്ന പുരുഷന്മാർ വളരെ കുറവാണ്. മാതാക്കൾക്ക് അവകാശിയാണ് എന്ന ലഹരി നിലനിൽക്കുന്നില്ല. അവർ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നു, തങ്ങളുടെ ജീവിതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജ്ഞാനം യഥാർത്ഥമായതാണ്, ബാക്കി ഭക്തിയാണ്. ആത്മീയ പിതാവ് തന്നെയാണ് വന്ന് ജ്ഞാനം നൽകുന്നത്. ബാബയെ മനസ്സിലാക്കുകയാണെങ്കിൽ ബാബയിൽ നിന്നും സമ്പത്ത് തീർച്ചയായും നേടിയേനെ. നിങ്ങളെ ബാബ പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ടൈം വേസ്റ്റ് ചെയ്യരുത്. ബാബയ്ക്കറിയാം, ചിലർ നല്ല പുരുഷാർത്ഥികളാണ്, ചിലർ മീഡിയം, ചിലർ തേർഡ്. ബാബയോട് ചോദിച്ചാൽ ബാബയ്ക്ക് ഉടൻ പറയുവാൻ സാധിക്കും, നിങ്ങൾ ഫസ്റ്റ് ആണോ അതോ സെക്കൻഡ് ആണോ അതോ തേർഡ് ആണോ എന്ന്. ആർക്കെങ്കിലും ജ്ഞാനം നൽകുന്നില്ലെങ്കിൽ തേർഡ് ക്ലാസ്സായി. തെളിവ് നൽകുന്നില്ലെങ്കിൽ ബാബ തീർച്ചയായും പറയുമല്ലോ. ഭഗവാൻ വന്ന് ഏതൊരു ജ്ഞാനം പഠിപ്പിക്കുന്നുവോ അത് പിന്നെ പ്രായേണ ലോപിച്ചു പോകുന്നു. ഇത് ആർക്കും അറിയില്ല. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ഇത് ഭക്തി മാർഗമാണ്. ഇതിലൂടെ ആർക്കും എന്നെ പ്രാപ്തമാക്കുവാൻ സാധിക്കില്ല. സത്യയുഗത്തിൽ ആരും പോവുക സാധ്യമല്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ആര് എത്ര പുരുഷാർത്ഥം ചെയ്തുവോ അത്രയും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് തൻ്റെ മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാബ പറയും, ദിവസവും ഈ ലക്ഷ്മി നാരായണൻ്റെ ചിത്രത്തിന് മുന്നിൽ വന്ന് ഇരിക്കൂ. ബാബ അങ്ങയുടെ ശ്രീമത്തിലൂടെ ഈ സമ്പത്ത് നമ്മൾ തീർച്ചയായും നേടും. തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ സർവീസിൻ്റെ താല്പര്യം തീർച്ചയായും വേണം. സെൻറ്റേഴ്സിലുള്ളവരോടും എഴുതുന്നു,
ഇത്രയും വർഷം പഠിച്ചു. ആരെയെങ്കിലും പഠിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ പഠിച്ചത് എന്താണ്? കുട്ടികളുടെ ഉന്നതി ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. ബുദ്ധിയിൽ മുഴുവൻ ദിവസവും സർവീസിൻ്റെ ചിന്ത നടക്കേണ്ടതാണ്. നിങ്ങൾ വാനപ്രസ്ഥിയാണല്ലോ. വാനപ്രസ്ഥികളുടെയും ആശ്രമം ഉണ്ട്. വാനപ്രസ്ഥികളുടെ അടുക്കൽ പോകണം. മരിക്കുന്നതിന് മുൻപേ ലക്ഷ്യം പറഞ്ഞുകൊടുക്കൂ. വാണിക്ക് ഉപരി നിങ്ങളുടെ ആത്മാവ് എങ്ങനെയാണ് പോവുക? പതിത ആത്മാവിന് പോകുവാൻ സാധിക്കില്ല. ഭഗവാൻ ഉവാച, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ വാനപ്രസ്ഥത്തിലേക്ക് പോകും. ബനാറസിലും ധാരാളം സർവീസുണ്ട്. ധാരാളം സന്യാസിമാർ കാശിയിൽ വസിക്കുന്നതിനായി അവിടെ കഴിയുന്നു. ശിവകാശി വിശ്വനാഥ ഗംഗ എന്ന് മുഴുവൻ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ സദാ സന്തോഷത്തിൻ്റെ കയ്യടി മുഴങ്ങിക്കൊണ്ടിരിക്കണം. സ്റ്റുഡൻ്റ് ആണല്ലോ, സർവീസും ചെയ്യുന്നു, പഠിക്കുകയും ചെയ്യുന്നു. ബാബയെ ഓർമ്മിക്കണം, സമ്പത്ത് നേടണം. നമ്മൾ ഇപ്പോൾ ശിവബാബയുടെ അടുക്കൽ പോകുന്നു. ഇത് മന്മനാഭവയാണ്. എന്നാൽ ധാരാളം പേർക്ക് ഓർമ്മ നിലനിൽക്കുന്നില്ല. അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഖ്യമായ കാര്യം ഓർമ്മയുടേതാണ്. ഓർമ്മ തന്നെയാണ് സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നത്. വിശ്വത്തിൽ ശാന്തി ഉണ്ടാകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ബാബയും പറയുന്നു, അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ, വിശ്വത്തിൽ ശാന്തി ഇപ്പോൾ സ്ഥാപിതമായി കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ബാബ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തിന് കൂടുതൽ മഹത്വം നൽകുന്നു. പറയൂ, ഈ ലോകം സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. അവിടെ സുഖം, ശാന്തി, പവിത്രത എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നു, വിശ്വത്തിൽ ശാന്തി ഉണ്ടാകണം. പ്രൈസും ധാരാളം പേർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വേൾഡിൽ പീസ് സ്ഥാപിക്കുന്നവൻ അധികാരിയായിരിക്കുമല്ലോ. ഇവരുടെ രാജ്യത്തിൽ വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. ഒരു ഭാഷ, ഒരു രാജ്യം, ഒരു ധർമ്മം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും നിരാകാരി ലോകത്തിൽ ആയിരുന്നു. ഇങ്ങനെയുള്ള ലോകം ആരാണ് സ്ഥാപിച്ചിരുന്നത്? പീസ് ആരാണ് സ്ഥാപിച്ചിരുന്നത്? ഫോറിനേഴ്സും മനസ്സിലാക്കും ഇത് പാരഡൈസ് ആയിരുന്നു, ഇവരുടെ രാജ്യം ഉണ്ടായിരുന്നു എന്ന്. വേൾഡിൽ പീസ് ഇപ്പോൾ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചിട്ടുണ്ടായിരുന്നു. പ്രഭാത ഭേരിയിലും ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം കൊണ്ടുപോകൂ. എല്ലാവരുടെയും കാതുകളിൽ ഈ ശബ്ദം പതിക്കട്ടെ. ഈ രാജ്യം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. നരകത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ഡ്രാമ അനുസരിച്ച് ഒരുപക്ഷെ കാലതാമസമുണ്ട് എന്നത് അറിയുന്നുണ്ട്. വലിയ വലിയ ആൾക്കാരുടെ ഭാഗ്യത്തിൽ ഇപ്പോൾ ഇല്ല. എന്നിരുന്നാലും ബാബ പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രാമ അനുസരിച്ച് സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ശരി, ഗുഡ് നൈറ്റ്. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: സംഘദോഷത്തിൽ നിന്നും സ്വയം വളരെയധികം സംരക്ഷിക്കണം. ഒരിക്കലും പതീതരുടെ കൂട്ടുകെട്ടിൽ വരരുത്. സൈലൻസിൻ്റെ ബലത്തിലൂടെ ഈ സൃഷ്ടിയെ പാവനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. ഡ്രാമയെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഹർഷിതമായി ഇരിക്കണം. തൻ്റെ സർവ്വതും പുതിയ ലോകത്തിലേക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യണം. വരദാനം: ബാബയിലൂടെ സഫലതയുടെ തിലകം പ്രാപ്തമാക്കുന്ന സദാ ആജ്ഞാകാരിയും ഹൃദയസിംഹാസനസ്ഥരുമായി ഭവിക്കട്ടെ. ഭാഗ്യവിധാതാവായ ബാബ ദിവസവും അമൃതവേളയിൽ തൻ്റെ ആജ്ഞാകാരി കുട്ടികളെ സഫലതയുടെ തിലകം ചാർത്തുന്നു. ആജ്ഞാകാരികളായ ബ്രാഹ്മണരായ കുട്ടികൾ ഒരിക്കലും പ്രയത്നം അഥവാ പ്രയാസം എന്ന വാക്ക് വായിലൂടെ എന്നല്ല, സങ്കല്പത്തിൽ പോലും ഒരിക്കലും കൊണ്ടുവരിക സാധ്യമല്ല.
അവർ സഹജയോഗി ആകുന്നു. അതിനാൽ ഒരിക്കലും നിരാശമാകാതിരിക്കൂ. എന്നാൽ സദാ ഹൃദയ സിംഹാസനസ്ഥരാകൂ, ദയാഹൃദയരാകൂ. അഹംഭാവവും തെറ്റിദ്ധാരണയും സമാപ്തമാക്കൂ. സ്ലോഗൻ: വിശ്വപരിവർത്തനത്തിൻ്റെ ഡേറ്റ് ചിന്തിക്കരുത്, സ്വയം തൻ്റെ പരിവർത്തനത്തിൻ്റെ നിമിഷം നിശ്ചിതമാക്കൂ. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. ആരാണോ പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയാൽ സമ്പന്നമായ റോയൽ ആത്മാക്കൾ, അവരെ സഭ്യതയുടെ ദേവി എന്ന് പറയുന്നു. അവരിൽ ക്രോധം എന്ന വികാരത്തിൻ്റെ ഇംപ്യൂരിറ്റി പോലും ഉണ്ടായിരിക്കുക സാധ്യമല്ല. ക്രോധത്തിൻ്റെ സൂക്ഷ്മരൂപമായ ഈർഷ്യയും ദ്വേഷവും ഘൃണയും അഥവാ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതും അഗ്നിയാണ്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ കത്തിക്കുന്നു. പുറമേ ചുവപ്പോ മഞ്ഞയോ അല്ല, എന്നാൽ കറുപ്പായിരിക്കും. ഇപ്പോൾ ഈ കറുപ്പിനെ സമാപ്തമാക്കി സത്യവും ശുദ്ധവുമാകൂ. ഓം ശാന്തി. ശാന്ത സ്വരൂപ ആത്മാവാണ് ഞാൻ. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിക്കുകയാണ്. ഈ സാകാര ലോകത്തിൽ അശാന്തിയുടെ അഗ്നിയിൽ എരിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ശാന്തിയുടെ മഹാദാനി ആകേണ്ടതുണ്ട്. ഈ സങ്കല്പം എന്നെ സ്വാഭാവികമായി ശാന്തിയുടെ സാഗരനായ ശിവബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യിക്കുന്നു. ദിവ്യ ജ്യോതിസായ ശിവബാബയിൽ നിന്നും പ്രസരിക്കുന്ന പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ എൻ്റെ ചിത്തത്തിൽ നിറയുന്നു. ശാന്തിയുടെ ശക്തി എന്നിൽ പൂർണ്ണമായും നിറയുന്നു. ഈ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ വിശ്വത്തിൻ്റെ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ അശാന്തതയുടെ അഗ്നിയിലെരിയുന്ന ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അഗ്നിയെ അണയ്ക്കട്ടെ. അവരുടെ ചിത്തം ശാന്തമാകട്ടെ. അവർ ശാന്തസ്വരൂപ ആത്മാക്കളായി മാറട്ടെ. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ ആ ആത്മാക്കളിൽ
നിറയുമ്പോൾ അവരും ശാന്തി സാഗരൻ്റെ നേർക്ക് ആകർഷിക്കപ്പെടട്ടെ.